أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സ്നേഹവും ബഹുമാനവുമുള്ള അധ്യക്ഷൻ ആദരണീയനായ അമീർ സാഹിബ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് പറയാനുള്ളത് എല്ലാ മതങ്ങളും പറയുന്ന ഒരു കാര്യമാണ് മോക്ഷം, അതായത് നജാത്ത്. എന്നാൽ അത് പരിപൂർണമായ രീതിയിൽ പറയുന്നത് വിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ ഇസ്ലാമാണ്. കാരണം എല്ലാവരും മോക്ഷത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ അതിനേക്കാൾ ഒരുപടി മുന്നോട്ടാണ്. കാരണം മോക്ഷം മാത്രം പോരാ, അതിനോടൊപ്പം വിജയവും കൂടി കരസ്ഥമാക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു പാത്രത്തിൽ കേടുവന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കുക എന്നുള്ളതാണ് മോക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതേ പാത്രത്തിൽ ഉപകാരപ്രദമായ നല്ല വസ്തുക്കൾ നിറയ്ക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിലുള്ള മോക്ഷമായി തീരുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നതും. ഈ നജാത്തിനി അല്ലെങ്കിൽ മോക്ഷത്തിന് യഥാർത്ഥത്തിൽ ചെറുപ്പം മുതൽക്കേ നമ്മൾ കുട്ടികൾക്ക് ആ തർബിയത്ത് കൊടുക്കുന്നില്ല എങ്കിൽ ഒരു പക്ഷേ അവർക്ക് നേരായ രീതിയിൽ ആ ഒരു മോക്ഷത്തിലേക്ക് എത്തുവാൻ അവർക്ക് പ്രയാസകരമായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു മരം, ഒരു തൈ നടുന്ന സമയത്ത് അത് ചെരിഞ്ഞു പോകുന്നത് കണ്ടാൽ നമുക്ക് അതിനെ നേരെയാക്കാൻ സാധിക്കും. എന്നാൽ അത് വലിയൊരു വൃക്ഷമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വളവ് നീർത്തുക അല്ലെങ്കിൽ നേരെയാക്കുക എന്നുള്ളത് അസാധ്യകരമായിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം, മനുഷ്യരുടെ ഉള്ളിൽ ഒരുപാട് നന്മകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് പോരായ്മകളും കുറവുകളും ഉണ്ട്. കാരണം മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ബലഹീനരായിട്ടാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഈ നന്മകളെയും തിന്മകളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ രീതിയിൽ അതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എങ്കിൽ ഏതുപോലെ ആയിരിക്കുമെന്ന് വെച്ചാൽ, ഒരു പറമ്പിൽ ഒരുപാട് മരങ്ങൾ, അതിൽ നല്ലതുമുണ്ട്, അതുപോലെ തന്നെ പാഴ്വൃക്ഷങ്ങളുമുണ്ട്, അല്ലെങ്കിൽ മറ്റു മരങ്ങളെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള മരങ്ങളുമുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ കാടായിട്ട് മാറും. അതിൽ നിന്ന് ചിലപ്പോൾ ഫലവൃക്ഷങ്ങൾക്ക് വളരാൻ കഴിയുകയില്ല, അത് അഭംഗിയായിരിക്കും. പക്ഷേ അതേ സ്ഥാനത്ത് നല്ല വൃക്ഷങ്ങളെ പരിപാലിച്ചുകൊണ്ട് കളകളെയും അതുപോലെ തന്നെ പാഴ്വൃക്ഷങ്ങളെയും നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഭംഗിയോടുകൂടി ആ തോട്ടത്തെ നമ്മൾ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് ഭംഗിയുണ്ടാവുക മാത്രമല്ല, പല വൃക്ഷങ്ങൾക്ക് നല്ല രീതിയിൽ വളരാൻ സാധിക്കുകയും അതുകൊണ്ട് ഒരുപാട് ഫലങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങളെയും ന്യൂനതകളെയും ബലഹീനതകളെയും കണ്ടെത്തിക്കൊണ്ട് അതിനെ തിരുത്തുകയാണെങ്കിൽ, അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള എല്ലാ രീതിയിലുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നന്മകളെ നമുക്ക് വളർത്താനും അത് മുഖേന നമുക്ക് ഫലങ്ങൾ കായ്ക്കാനും ഈ ലോകത്തും പരലോകത്തും സൽഫലങ്ങൾ നേടിയെടുക്കാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ കുറവുകളെ നമ്മൾ നിയന്ത്രിക്കുക. നമ്മുടെ കുറവുകൾ എന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, തൻ്റെ യഥാർത്ഥ നില ആരാണോ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നവൻ അവൻ നശിച്ചു പോകുന്നതേയല്ല എന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു പോരായ്മയാണ് നമ്മുടെ നാശത്തിലേക്ക് അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് നമ്മൾ ചെന്നെത്തുന്നതിനുള്ള ഒരു കാരണം. നമ്മൾ എവിടെയാണുള്ളത്, നമ്മളിൽ എന്തെല്ലാം കുറവുകളാണുള്ളത്, യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്, എന്തെല്ലാമാണ് ഞാൻ ചെയ്യാനുള്ളത്, ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ നമ്മളെ സംബന്ധിച്ച് ഒരു ആത്മപരിശോധന നടത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ
തീർച്ചയായും നമുക്ക് ആ ദൈവജ്ഞാനം കരസ്ഥമാക്കാനും അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാനും അതുവഴി ഈ പറയുന്ന മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥ വിജയത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. ഈ മോക്ഷത്തിന് അറിവ് ആവശ്യമാണ്. കാരണം എന്ത് കാര്യത്തെ സംബന്ധിച്ചും അറിവുണ്ടെങ്കിൽ മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ, ആ ലക്ഷ്യത്തെ കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടതെന്നതിനെ സംബന്ധിച്ച് യഥാർത്ഥത്തിലുള്ള അറിവില്ലെങ്കിൽ കർമ്മം ശരിയായ രീതിയിൽ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ ആ അറിവ് നേടിയവർ ആ രീതിയിൽ കർമ്മങ്ങളെ ശരിയാക്കുക എന്നതും നിർബന്ധമാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ നജാത്ത് എന്ന പദമല്ല ഉപയോഗിച്ചിട്ടുള്ളത്, മറിച്ച് വിജയം, അതായത് ഫല എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് പ്രയാസങ്ങളുമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുമൊക്കെ തന്നെ ഒരു മോചനം നമുക്കുണ്ടാവണം. അതിനുശേഷം വ്യക്തമായ രീതിയിലുള്ള വിജയത്തിലേക്ക് നമുക്കെത്തണം. അതാണ് വിശുദ്ധ ഖുർആൻ ഫല എന്ന് പറയുന്നത്. അതിനെയാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നതും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതും. നമുക്കറിയാം നമ്മുടെ ബലഹീനതകളും പോരായ്മകളും എന്തൊക്കെയാണെന്ന് ഓരോരുത്തരും സ്വയമാണ് തിരിച്ചറിയുന്നത്. പലപ്പോഴും മറ്റുള്ളവർക്ക് അത് അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം ഒരു വിചിന്തനം നടത്തിക്കൊണ്ട് നമ്മുടെ പോരായ്മകളെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ നമ്മളിൽ ഏതെല്ലാം ഗുണങ്ങളാണ് അല്ലെങ്കിൽ നന്മകളാണ് കുറവുള്ളത് അത് നിലനിർത്തിക്കൊണ്ട് ആ നന്മകളെ കൂടുതലാക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. അതിന് ചെറിയ രീതിയിലുള്ള പരിശ്രമം പോരാ. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറുപ്രായത്തിലാണ് അതൊക്കെ ചെയ്തതെങ്കിൽ ഒരു പക്ഷേ അത് നമുക്ക് നേരെയാക്കാൻ കഴിയും. പക്ഷേ നമുക്ക് പ്രായം കുറച്ചു കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള ശീലങ്ങളെ, നമ്മുടെ സ്വഭാവങ്ങളെ നമുക്ക് മാറ്റിയെടുക്കുക എന്നത് വളരെ ദുഷ്കരമായിരിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ജിഹാദ്, ജാഹിദു എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. കഠിനമായ രീതിയിലുള്ള പരിശ്രമങ്ങൾ നമുക്ക് ആവശ്യമാണ്. ആ പരിശ്രമങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ നമ്മൾ ചില പ്രഭാഷണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിൽ തോന്നും നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കണമെന്ന്. അതിനുവേണ്ടി കുറച്ച് ദിവസം പരിശ്രമിക്കുകയും ചെയ്യും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതങ്ങ് നിന്നുപോകും. ഉദാഹരണത്തിന്, ഇപ്പോൾ നിസ്കരിക്കാൻ മടിയുള്ളവരുണ്ടാവും. അവരുടെ ശീലം അങ്ങനെയായിപ്പോയി. പക്ഷേ അവർ വിചാരിക്കുന്നുണ്ടാവും കുറച്ചു കഴിഞ്ഞ് നന്നാവണമെന്നൊക്കെ. ഇതുപോലെ എല്ലാ നന്മയെ സംബന്ധിച്ചും, അതായത് ഒരു നന്മ സ്വായത്തമാക്കുന്ന കാര്യത്തിലും ഒരു തിന്മ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണെങ്കിലും ഒരുപോലെ തന്നെയാണ്. നമുക്കറിയാം റമളാനിലൂടെ നമുക്ക് നൽകുന്ന ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു മാസത്തിൽ നമ്മൾ ചില തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. നമുക്കെങ്ങനെ ശൈത്താന്റെ ഉപദ്രവങ്ങളിൽ നിന്നും മാറി നന്മകളിലേക്ക് എങ്ങനെ മുന്നേറാൻ കഴിയും, അതിനുള്ള ഒരു മാർഗമാണ് റമളാൻ നമുക്ക് നൽകുന്നത്. അസീം മൗദ് അലൈഹിസ്സലാം പറയുന്നു, കുറച്ച് ദിവസം കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആന് നമ്മളെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതായത് ഖുർആൻ അനുസരിച്ച്, ഖുർആന്റെ കൽപ്പനകൾ അനുസരിച്ച് യഥാസമയം നിങ്ങൾ നടക്കുകയാണെങ്കിൽ, ഒരു തരത്തിലുള്ള കുറവുകളില്ലാതെ എല്ലാ നന്മകളും സ്വായത്തമാക്കിക്കൊണ്ട് ആ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അവരിൽ അള്ളാഹു മോക്ഷത്തിലേക്കുള്ള മാർഗം തുറന്നു കൊടുക്കുന്നു. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മാർഗമാണ് റമളാൻ എന്ന് പറയുന്ന ആ ഒരു മാസം. പക്ഷേ ശൈത്താൻ നമ്മളെ അതിന് സമ്മതിക്കില്ല. കാരണം അതിനു മുമ്പ് തന്നെ നമ്മൾ എത്രയടി മുന്നോട്ട് പോയോ അതേപടി പിന്നോട്ട് വലിക്കാനാണ് ശൈത്താൻ പരിശ്രമിക്കുക. അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെറിയൊരു പരിശ്രമം പോരാ. പൊതുവെ നമ്മുടെ പല തിന്മകൾ അല്ലെങ്കിൽ ബലഹീനതകൾ നമുക്ക് ശീലങ്ങളായി കണക്കാക്കാം. ചിലർ പള്ളിയിൽ വരാൻ മടിയുള്ളവരുണ്ടാവാം. ചിലരോ നിസ്സാര കാര്യത്തിന് ദേഷ്യപ്പെടുന്നവരായിരിക്കാം. മറ്റു ചിലർ സക്കാത്ത് കൊടുക്കാൻ മടിയുള്ളവരായിരിക്കാം. ഇങ്ങനെ പല തരത്തിലുള്ള ശീലങ്ങളുള്ള ആളുകളുണ്ടാവാം. അപ്പോൾ
ഖുർആനിലെ 700 കൽപ്പനകൾ എടുത്തു നോക്കിയാൽ നമുക്ക് തന്നെ അറിയാം നമ്മളിൽ എന്തൊക്കെയാണ് കുറവുകളെന്ന്. ആ തിന്മകളിൽ നിന്നും നമുക്കെങ്ങനെ രക്ഷപ്പെടാൻ കഴിയും, അതിൽ നിന്നും എങ്ങനെ ഒരു മോചനം കിട്ടും അല്ലെങ്കിൽ മോക്ഷം കിട്ടും, ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഏതു രീതിയിലുള്ള പരിശ്രമമാണ് ഉണ്ടാക്കേണ്ടത്. നമുക്കറിയാം, കർമ്മ സംസ്കൃതം എന്ന രീതിയിൽ നിരവധി കുത്തുബകളാണ് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതിൽ നിന്നും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമുക്ക് എങ്ങനെയൊക്കെ മാറ്റം വരുത്താൻ കഴിയും, നമ്മൾ എങ്ങനെയാണ് ഇസ്ലാമിനെ നിലനിർത്തേണ്ടത്, മോക്ഷത്തിന് വേണ്ടിയുള്ള മാറ്റം എങ്ങനെ വരുത്തണം എന്നതിനെ സംബന്ധിച്ച് ഹുസൂർ അതിൽ വിശദീകരിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഹുസൂർ ഇടയ്ക്കിടയ്ക്ക് ജമാഅത്തിനോട് ക്ലാസ് എടുക്കുവാൻ ആവശ്യപ്പെടുന്നുമുണ്ട്. അതിനാൽ നമ്മൾ ഓരോരുത്തരും ക്ലാസുകൾ കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. അതാണ് ഹുസൂർ ആഗ്രഹിക്കുന്നതും. ഇവിടെ പറഞ്ഞു വന്നത്, നമ്മുടെ ഉള്ളിൽ ഏതെല്ലാം രീതിയിലുള്ള കുറവുകളും ബലഹീനതകളും ഉണ്ടെന്ന് നമുക്കറിയാം. അതനുസരിച്ച് ഞാൻ ഇങ്ങനെയാണെന്ന് കരുതി നമ്മൾ നടക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവനും നമുക്കൊരിക്കലും തന്നെ മോക്ഷത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയില്ല എന്നതാണ്. ഇനി ഭൗതികമായ രീതിയിൽ നമുക്ക് പല പ്രയാസങ്ങളുണ്ടാവും. അതിൽ നിന്നും മോചനമുണ്ടാവണം. നമുക്കറിയാം, ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ അപമാനം, നിന്ദ്യത വരുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ പല തരത്തിലുള്ള ചിന്തകൾ മനുഷ്യന്റെ ഉള്ളിൽ വരും. അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള കഴിവ്, അതുപോലെ തന്നെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബലഹീനതകൾ കൊണ്ടായിരിക്കാം വിശ്വാസപരമായിട്ട് തൃപ്തി വരാത്തൊരവസ്ഥ. അതുപോലെ തന്നെ ചില തിന്മകൾ കണ്ട് നമ്മൾ ചെയ്യും. ആ ചെയ്ത തിന്മകളുടെ ഫലമായിട്ട് നമുക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ, അതിൽ നിന്നും ചിലപ്പോൾ രക്ഷപ്പെടാൻ തന്നെ കഴിയുകയില്ല. ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള അദാബുകൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇതിൽ നിന്നുമൊക്കെ ഒരു മോചനം, ഒരു മോക്ഷം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് വെറും പാപത്തിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല, മറിച്ച് ഈ ലോകത്ത് നമുക്കുണ്ടാവുന്ന സകല വിധത്തിലുള്ള പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അതുമായി ചേർന്നിട്ടുള്ള പരീക്ഷണങ്ങളുമായിരിക്കാം. അതുപോലെ തന്നെ ശിക്ഷകളായി വരാം. ഇതിനൊക്കെ തന്നെ മനുഷ്യന് ഒരു മോക്ഷം, അതിലൊരു മോചനം നമുക്ക് നിർബന്ധമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിൽ നിന്ന് ദൂരപ്പെടുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ അള്ളാഹുവിൽ നിന്ന് വിദൂരപ്പെടുന്ന അവസ്ഥ, ഇതിൽ നിന്നും രക്ഷപ്പെടുക. ഏതായാലും വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എല്ലാ തരത്തിലുള്ള അദാബുകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, ഇത്തരത്തിലുള്ള ശിക്ഷകളിൽ നിന്നും, വിപത്തുകളിൽ നിന്നും മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയും. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു മോചനം ലഭിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ഒരു സുവാർത്ത എന്ന് പറയുന്നത്. അതുപോലെ ചില അദാബുകൾ, പ്രയാസങ്ങൾ മനുഷ്യന് വരുന്നത് അവന്റെ പുരോഗതിക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ ചില അദാബുകൾ വന്നാൽ മാത്രമേ മനുഷ്യൻ ചിലപ്പോൾ നന്നാവുകയുള്ളൂ. അതുപോലെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷകളും മനുഷ്യന് വരാം. അത് ആത്മീയമായിട്ട് മനുഷ്യന് പുരോഗതി ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു വേറൊരു സ്ഥലത്ത് വ്യക്തമായ രീതിയിൽ പറയുന്നു, പ്രയാസം എന്താണ്, പരീക്ഷണം എന്താണ്, ശിക്ഷ എന്താണ്. ഒരാൾക്കൊരു ശിക്ഷയാണ് അവന്റെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ അതോടുകൂടി അവന്റെ നാശമാണ്. പിന്നെ ഒരിക്കലും ആത്മീയമായിട്ട് പുരോഗതി പ്രാപിക്കാൻ അവന് സാധ്യമാവുകയില്ല. നേരെ മറിച്ച് പരീക്ഷണമാണെങ്കിൽ ആത്മീയമായിട്ട് പുരോഗതിയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നു. നമുക്കറിയാം, ഈ ലോകത്ത് ചില പ്രയാസങ്ങൾ സഹിച്ചാൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്കും പുരോഗതിയിലേക്കും എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഉദാഹരണത്തിന്, ഒരു പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠനം എന്ന് പറയുന്നത് അവന് പ്രയാസമാണ്. പക്ഷേ ആ പഠനമാണ് അവനെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ഇതുപോലെ ഈ ലോകത്ത് ആത്മീയമായ കാര്യത്തിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അത് അവന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അള്ളാഹുമായി ഒരു യഥാർത്ഥ രീതിയിലുള്ള ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ പ്രയാസങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം, ചില പ്രയാസങ്ങൾ വരുമ്പോഴാണ് ഒരാൾ അള്ളാഹുമായിട്ട് അടുക്കുന്നതും
ആ സമയത്ത് നിസ്കരിക്കുമ്പോഴുണ്ടാകുന്ന നിസ്കാരത്തിന് ആനന്ദം കൊള്ളുകയും ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഒരു പ്രത്യേക അനുഭൂതി അയാൾക്കുണ്ടാവുന്നു. അപ്പോൾ ഇത് മനുഷ്യന് പുരോഗതിക്ക് വേണ്ടിയിട്ടും കൂടിയാണ് അള്ളാഹു ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വെച്ചിട്ടുള്ളത്. ഉദാഹരണമായി പറയാം, ഒരു മാതാവ് അവരുടെ കുട്ടിയെ വളർത്തുമ്പോൾ ആ കുട്ടിയെ വളർത്തുമ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എന്താണെന്നുള്ളതെന്ന് നമുക്കറിയാം. ശരിക്കും ത്യാഗമാണ് യഥാർത്ഥത്തിൽ അത്. പക്ഷേ ഒരിക്കലും തന്നെ ആ മാതാവ് എൻ്റെ കുട്ടിയെ വളർത്തുന്ന കാരണത്താൽ എനിക്ക് പ്രയാസമുണ്ടെന്ന് പറയുന്നതായി നമുക്കെവിടെയും കാണാൻ സാധ്യമല്ല. കാരണം ആ പ്രയാസത്തിലും അതിനുശേഷം ഒരു സന്തോഷവും ആനന്ദവും അവർ ഉൾക്കൊള്ളുന്നുണ്ട്. അതുപോലെയാണ് ഒരു വിശ്വാസിക്ക് ആത്മീയമായ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആ പ്രയാസത്തിനിടയിലും അവനൊരു പ്രത്യേകമായ ഒരു സുഖം അവൻ അനുഭവിക്കുന്നുണ്ട്. ഇതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഹുസൂർ തിരുമനസ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധത്തിന്റെ സംഭവ വികാസങ്ങളെക്കുറിച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ആ യുദ്ധാവസരത്തിൽ പോലും സ്വഹാബാക്കൾക്കുണ്ടായിരുന്ന പ്രയാസത്തിനിടയിലും അവരിലുണ്ടായിരുന്ന ആ ഒരു സുഖം, അവരിലുണ്ടായിരുന്ന ആ ഒരു തൃപ്തി, യുദ്ധത്തിലേക്ക് പോകാനുള്ള അവരുടെ ആ ഒരു ആഗ്രഹം, അതൊരു പ്രത്യേക അനുഭൂതിയായിരുന്നു അവർക്ക്. അപ്പോൾ ഈ രീതിയിൽ വിശ്വാസികൾക്ക് ആ പ്രയാസങ്ങൾ ഭൗതികമായ രീതിയിൽ കാണാൻ പറ്റുമ്പോഴും അതവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാനന്ദമായിരുന്നു അനുഭവിച്ചു കൊണ്ടിരുന്നത്. ഏതായാലും ഈ രീതിയിലുള്ള പ്രയാസങ്ങൾ മനുഷ്യന് ആവശ്യമാണ് അവന്റെ പുരോഗതിക്ക് വേണ്ടി. അതുപോലെ തന്നെ ചിലപ്പോൾ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് മറ്റുള്ളവർക്ക് ഒരു പാഠമാകാൻ വേണ്ടിയിട്ടും കൂടിയാണ്. അത് കണ്ടിട്ട് അവരതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നന്നാവാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഖുർആന്റെ ആരംഭത്തിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട് ആർക്കാണ് വിജയമുണ്ടാവുക എന്നത്. അതിൽ ആദ്യത്തെ പടി പറഞ്ഞത് ഹൈബ്, അദൃശ്യത്തില് യഥാർത്ഥ രീതിയിലുള്ള വിശ്വാസം അവനിലുണ്ടാവണം. പിന്നെ ആരാധന കർമ്മങ്ങൾ ശരിയായിരിക്കണം. അതുപോലെ തന്നെ അള്ളാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് അവന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. അവൻ ഇറക്കപ്പെട്ടതിലും ഇനി ഭാവിയിൽ ഇറക്കാൻ പോകുന്നതിലും ഒക്കെ തന്നെ വിശ്വസിക്കുന്നവരായിരിക്കണം. ഇവിടെ വളരെ വ്യക്തമായ രീതിയിൽ അള്ളാഹു പറയുന്നു, നിനക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും നിനക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതിലും ഇനി വരാനിരിക്കുന്നതിലും വിശ്വസിക്കുന്നവരാണവർ. അപ്പോൾ ഇന്ന് അഹമ്മദികളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മോക്ഷാർഹരായിട്ടുള്ളതെന്ന് വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ എന്ന ആയത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. പോരാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കു ശേഷം വന്നതിലും വിശ്വസിക്കുന്നവരും നജാത്തിന്, മോക്ഷത്തിന് ഏറ്റവും കൂടുതൽ അർഹരായിട്ടുള്ളതും നമ്മൾ അഹമ്മദികളാണ്. ഖുർആന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഏതെങ്കിലും രീതിയിലുള്ള ശീലങ്ങളും സ്വഭാവങ്ങളും ഞങ്ങളുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഈ ശീലങ്ങളെ നമ്മൾ കഠിനമായ രീതിയിൽ പരിശ്രമങ്ങളിലൂടെ മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ആ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഇതെന്റെ ഒരു ശീലമാണ്, ഞാൻ ഇങ്ങനെയാണെന്ന രീതിയിൽ നടക്കുകയാണെങ്കിൽ അവന് ജീവിതകാലം മുഴുവനും ഈ പറഞ്ഞ മോക്ഷത്തിലേക്കോ വിജയത്തിലേക്കോ എത്തുവാൻ സാധ്യമാവുകയില്ല എന്നതാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു ബലഹീനത അല്ലെങ്കിൽ ഒരു തെറ്റ് നമ്മളിൽ വന്നാൽ അതിൽ ലജ്ജ കാണിക്കാതിരിക്കുക, ഒരു ലജ്ജയും തോന്നാതിരിക്കുക, അതൊരിക്കലും പാടില്ല. അത് മോക്ഷത്തിലേക്ക് എത്തുന്നതിന് തടസ്സമാകും. മറിച്ച് അതിൽ ലജ്ജ തോന്നിക്കൊണ്ട് അതിൽ നിന്നും രക്ഷ നേടാൻ നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ അതിൽ ഒരു തരത്തിലും സന്തോഷമില്ലാത്ത അവസ്ഥ, അതുപോലെ ഏതെങ്കിലും ഒരു തിന്മ ചെയ്തിട്ട് അതിൽ സന്തോഷിക്കുക മാത്രമല്ല അത് ന്യായീകരിച്ചു കൊണ്ട് നടക്കുക. ഞാൻ ചെയ്തത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ദുരഭിമാനമായിട്ട് നടക്കുന്ന ഒരവസ്ഥ, അതല്ലെങ്കിൽ താൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് കരുതിക്കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ, അതുമല്ലെങ്കിൽ കപടതയിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരെ കാണിക്കുക, അതല്ലെങ്കിൽ കാപട്യത്തിലൂടെ എന്തെങ്കിലും ചെയ്യുക. അതുപോലെ തന്നെ നമുക്കറിയാം അള്ളാഹു കാരുണ്യം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കാരുണ്യം ചെയ്യാതെ നടക്കുകയാണെങ്കിൽ ഇത് മോക്ഷത്തിന് തടസ്സമാകും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒക്കെ നന്മയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ
ഇതൊന്നും ഞാൻ ചെയ്യേണ്ട കാര്യമല്ല, ഇത് ഇന്ന ആൾക്കുള്ളതാണെന്ന് കരുതിക്കൊണ്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥ, ഇത് മോക്ഷത്തിന്റെ അടയാളമല്ല. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവർക്ക് ദുർധാരണ വെക്കുക. ദുർധാരണ വെക്കുക എന്ന് പറഞ്ഞാൽ ദുർധാരണയൊക്കെ വന്നു പോകും മനുഷ്യന്. പക്ഷേ ദുർധാരണയാണെന്ന് മനസ്സിലാക്കിയിട്ടും ഇത് പാപമാണെന്ന് കരുതാതിരിക്കുക. ഇതൊന്നും വലിയ പ്രശ്നമേ അല്ല എന്ന് കരുതി അങ്ങനെ നടക്കുക, അത് പാടില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വിധി വരുമ്പോൾ അതിൽ തൃപ്തനാവുക എന്നതാണ്. അതിനെയാണ് ക്ഷമയെന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതിൽ വിജയിച്ച് തൃപ്തരാവാതെ നടക്കുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നാണ് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ളതും. നജാത്ത് കിട്ടി അല്ലെങ്കിൽ മോക്ഷം ലഭിച്ചു എന്നതിന്റെ തെളിവെന്താണ്? അടയാളം എന്താണ്? ഒരാൾ തന്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറയുകയും എന്നിട്ട് ഏത് രീതിയിലുള്ള ഘട്ടങ്ങളും പ്രയാസങ്ങളും വന്നാലും ഇസ്തിഖാമത്തിനോടും കൂടി സ്ഥിരചിത്തതയോടുകൂടി അയാൾ നിലകൊള്ളുകയും ചെയ്യുമ്പോൾ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവനിലേക്ക് ഇറങ്ങുമെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയും, അല്ലാ തഖാഫു വലാ തഹസനു, ഭയപ്പെടേണ്ട, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വചനങ്ങൾ അവനിലുണ്ടാകുമെന്നുള്ളതാണ്. മലക്കുകൾ അവന് ഇത്തരത്തിലുള്ള സുവാർത്ത അറിയിക്കുന്നു എന്നുള്ളതാണ്. അതൊരടയാളമായിട്ടാണ് കാണുന്നത്. ഏതുവരെയാണെന്ന് വെച്ചാൽ അതൊരു പരിധി കഴിഞ്ഞാൽ യഹാബിന്റെയും കഷ്ഫിന്റെയും ആ അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ട് ചെന്നെത്തിക്കുന്നതും നജാത്ത് കിട്ടിയ, മോക്ഷം ലഭിച്ച അല്ലെങ്കിൽ വിജയം പ്രാപിച്ച ആളുകളുടെ അടയാളമായിട്ടാണെന്നാണ് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറയുന്നത്. മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, അവരുടെ ദുആകൾ അള്ളാഹു സ്വീകരിക്കുന്നു എന്നതാണ്. ദുആ സ്വീകരിക്കുക മാത്രമല്ല, അള്ളാഹു ദുആ സ്വീകരിക്കുമെന്നുള്ള പരിപൂർണ വിശ്വാസം അവരിലുണ്ടാവും. അതായത് ഒരു ദുആ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് തോന്നും ഈ ദുആ സ്വീകരിക്കുകയില്ല എന്ന്. കാരണം ഈ ദുആയിൽ ഒരു പ്രശ്നം വരുന്നുണ്ടെന്ന് അവരിൽ തന്നെ അള്ളാഹു മനസ്സിലാക്കി കൊടുക്കും. അതായത് സാധാരണമായ രീതിയിൽ, പരിധിയില്ലാത്ത രീതിയിൽ അള്ളാഹു അവന്റെ ദുആകൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹു അവന് മോക്ഷം നൽകി എന്നുള്ളതിനുള്ള അല്ലെങ്കിൽ ആ അവസ്ഥയിലെത്തി എന്നുള്ള അടയാളമായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകൾക്ക് എതിരാളികൾ ഉണ്ടാവും. ആ എതിരാളികളെ അള്ളാഹു നശിപ്പിക്കും എന്നുള്ളതും ഈ മോക്ഷം ലഭ്യമായിട്ടുള്ള ആളുകളുടെ അടയാളമായിട്ടാണ് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറയുന്നത്. അവർക്കെതിരിൽ ഏതെങ്കിലും രീതിയിൽ കുതന്ത്രങ്ങൾ ആരെങ്കിലും പ്രയോഗിക്കുമ്പോൾ ആ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുകയും അവർക്കെതിരിൽ പ്രവർത്തിക്കുന്നവരെ അതിൽ നിന്നും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. അതൊരു മോക്ഷത്തിലേക്കുള്ള മാർഗമായിട്ടാണ് പറയുന്നത്. അള്ളാഹുവിന്റെ സാന്നിധ്യം കരസ്ഥമാക്കുന്ന ആളുകളെയാണ് ഔലിയാക്കൾ എന്ന് പറയുന്നത്. ഈ ഔലിയാക്കൾക്ക് പോലും പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തകബ്ബുറാണ്, അഹങ്കാരമാണെന്നാണ് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറയുന്നത്. ഞാൻ ഈ അവസ്ഥയിലെത്തി എന്നൊരാൾക്ക് തോന്നി പിന്നെ അഹങ്കാരം വന്നാൽ അപ്പോൾ നമ്മൾ അവിടെ വിനയം കൈകൊള്ളുക. അത്തരത്തിലുള്ള അവസ്ഥയിലെത്തിയാൽ പോലും വിനയത്തെ കൈവിടരുത്, ആത്മീയതയോടെ പാലിക്കണമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ ബലഹീനത ഉള്ള ആളുകളാണ്. ബലഹീനതരായിട്ടാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബലഹീനത കൊണ്ട് ഒരിക്കലും നമ്മൾ നിരാശരാവരുത്. പടച്ചോനെ, എനിക്ക് ഇന്ന കുറവുകളുണ്ടല്ലോ, ഇനി ഞാനെങ്ങനെ നന്നാവാനാണ് എന്നുള്ള ഒരു തോന്നൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ചിന്തിച്ചാൽ ഒരിക്കലും നന്മ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ വരും. അതൊരിക്കലും പാടില്ല. ഞങ്ങളിൽ ബലഹീനതകൾ ഉണ്ടെങ്കിലും നന്മ ചെയ്യുക. തിന്മയുണ്ടെങ്കിൽ പോലും നന്മ ചെയ്യാനുള്ള ഒരു അവസരം വന്നാൽ കൂടുതലായി നന്മ ചെയ്യാൻ ശ്രമിക്കുക. അതിന് ഈ തിന്മകളെ ദൂരീകരിക്കാൻ കഴിയും. മസീഹ് മൗഊദ് അലൈഹിസ്സലാം വിശദീകരിച്ചു പറയുന്നു, അതിന് ഏറ്റവും നല്ല വഴിയാണ് നമസ്കാരം. അത് നമ്മുടെ മറ്റു തിന്മകളെ അകറ്റിക്കളയുമെന്നുള്ളതാണ്. മോക്ഷത്തിലേക്ക് എത്തുവാൻ എളുപ്പ വഴി വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നമസ്കരിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുക, നോമ്പെടുക്കുക, സദക്ക നൽകുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായി ചെയ്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ മോക്ഷത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നതാണ്. മസീഹ് മൗഊദ് അലൈഹിസ്സലാം ഒരു ഉദാഹരണമായിട്ട് പറയുന്നു, ഒരു ഔലിയ, അദ്ദേഹം നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ശൈത്താൻ വഴിയിൽ ഒരു തടസ്സം വെച്ചു.
അങ്ങനെ അയാൾ അവിടെ വീഴുകയും നമസ്കരിക്കാൻ പോകാൻ കഴിയാതെ വന്നു. അപ്പോൾ അത് കണ്ട് ശൈത്താൻ വളരെ സന്തുഷ്ടനായി. പക്ഷേ പള്ളിയിൽ പോകാൻ കഴിയാത്ത വിഷമത്തിൽ അദ്ദേഹം ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്തു. ആ നമസ്കാരം കൊണ്ടുണ്ടാകുന്ന ഗുണത്തേക്കാൾ കൂടുതൽ ഇസ്തിഗ്ഫാർ അദ്ദേഹം ചെയ്തു എന്നതാണ്. ഇത് കണ്ട ശൈത്താൻ വളരെ ദുഃഖിതനാവുകയും ഇയാൾ നിസ്കരിക്കാൻ പോയാൽ മതിയെന്ന് തോന്നിപ്പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഒരു തിന്മ, ഒരു ബലഹീനത വന്നു പോയാൽ പോലും അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് നമ്മൾ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശൈത്താനിൽ നിന്നും രക്ഷപ്പെടാനും മോക്ഷത്തിലേക്ക് ചെന്നെത്താനുള്ള ഒരു മാർഗമായിട്ടും ഞങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഏതായാലും ഇതിനെക്കുറിച്ച് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മോക്ഷത്തിലേക്ക് എത്താനും അള്ളാഹുവിന്റെ പ്രിയദാസന്മാരായി അവനിലേക്ക് മടങ്ങാനും പരിശ്രമിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കേവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശൈത്താനെ കുറിച്ച് ഖുർആനിൽ പറയുന്നു, ഇന്നി നാസിഹുൻ, ഏറ്റവും നല്ല ഉപദേശകൻ ശൈത്താനാണ്. നമ്മളോട് പറയും അങ്ങനെ നടന്നാൽ മതി, ഇങ്ങനെ നടന്നാൽ മതി എന്നൊക്കെ. അപ്പോൾ ഈ രീതിയിൽ മനുഷ്യന് എല്ലാ രീതിയിലുള്ള പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് നമ്മളെ അതിൽ സന്തുഷ്ടരാക്കും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതാണ് ശൈത്വാന്റെ വിജയം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരിക്കലും തന്നെ നജാത്തിലേക്ക് എത്താൻ, യഥാർത്ഥ മോക്ഷത്തിലോ വിജയത്തിലോ എത്താൻ ഒരിക്കലും സാധ്യമാവുകയില്ല എന്നതാണ്. നമ്മൾ പാപത്തിൽ നിന്നും മാത്രം രക്ഷപ്പെട്ടാൽ പോരാ. വിശുദ്ധ ഖുർആൻ പറയുന്നത്, പാപത്തിലേക്ക് ചായ്വ് ഉണ്ടാക്കുന്ന എല്ലാ കർമ്മങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണം എന്നുള്ളതാണ്. അതും ഒരു മോക്ഷമാണ്, നജാത്താണ്. അതുപോലെ തന്നെ ചില ആൾക്കാർ ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യുകയില്ലെന്നും പറഞ്ഞ് ആ തെറ്റിൽ നിന്നും രക്ഷപ്പെടും. പക്ഷേ അതിലേക്ക് ചായ്വുള്ള പല കാര്യങ്ങളും അവന്റെ ജീവിതത്തിൽ വരും. അപ്പോൾ അതിൽ നിന്നും കൂടി രക്ഷപ്പെടുമ്പോഴാണ് പരിപൂർണമായ രീതിയിലുള്ള മോക്ഷം അവന് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെ നന്നാക്കുക. നമ്മുടെ ചിന്തകളെ നന്നാക്കാൻ നമ്മളിൽ യഥാർത്ഥ രീതിയിലുള്ള ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കർമ്മങ്ങളെ നന്നാക്കാൻ കഴിയൂ. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഉള്ളിലെ വിശ്വാസം കൂടുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഫലം ചെയ്യുമെന്നുള്ളതാണ് പറയാൻ കാരണം. പഴയകാല സുന്നികളിൽ കണ്ടുവരുന്ന അന്ധവിശ്വാസവും കർമ്മങ്ങളെയും കുറിച്ചാണ്. അന്ന് അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് അടുത്തുള്ള പള്ളിയിലെ മൗലാക്കയുടെ അടുത്തേക്കാണ്. അവിടെ ചെന്ന് അവരുടെ അസുഖം പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്ത് അസുഖവും മാറും. കാരണം എന്ന് വെച്ചാൽ അതൊരു വിശ്വാസമാണ്. ഒരിക്കൽ ഒരു സ്ത്രീക്ക് അസുഖം വന്നപ്പോൾ, പള്ളിയിൽ പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ അവരുടെ മകളോട് മൗലാക്കയുടെ അടുക്കൽ ചെന്ന് വിവരങ്ങൾ പറഞ്ഞ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. മടി കാരണം മകൾ പള്ളിയിൽ പോകാതെ പകരം വീട്ടിലെ കിണറിലെ വെള്ളം കോരി ഗ്ലാസ്സിലാക്കി കൊണ്ടുകൊടുത്തു. അങ്ങനെ ആ സ്ത്രീ ആ വെള്ളം വാങ്ങി കുടിക്കുകയും ഉടൻ തന്നെ അസുഖം മാറുകയും ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെള്ളമല്ല വിഷയം, ആ ഒരു വിശ്വാസം അത് ആ രോഗത്തെ മാറ്റിക്കളഞ്ഞു. ഇവിടെ പറഞ്ഞു വന്നത് ഭൗതികമായ വിശ്വാസമാണെങ്കിലും ആത്മീയമായ ഒരുപാട് രോഗങ്ങളെ മാറ്റാൻ നമുക്ക് വിശ്വാസം കൊണ്ട് സാധിക്കുന്നു. ആ രീതിയിലുള്ള വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അള്ളാഹുവിൽ പരിപൂർണമായ വിശ്വാസം നമുക്കുണ്ടെങ്കിലേ ആത്മീയമായ ആ ഒരു മോചനം നമുക്കുണ്ടാവുകയുള്ളൂ. ഈ വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഒരാളുമായി തെറ്റു ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മിണ്ടുകയില്ല. പിന്നെ ജീവിതകാലം മുഴുവനും ആ രീതിയിലായിരിക്കും നമ്മൾ അവരോട് പെരുമാറുക. എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യം എത്രയാണെന്ന് നോക്കുക. ഞങ്ങൾ തെറ്റ് ചെയ്ത് 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 തെറ്റിന്റെ ഏറ്റവും അങ്ങേ അറ്റത്ത് വരെ എത്തിയാൽ പോലും അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു മോക്ഷം നൽകാൻ, എല്ലാ തിന്മകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നു എന്നതാണ്. ഇല്ലല്ലദീന താബു അസ്ലഹു ഫഇന്നല്ലാഹ ഗഫൂറും റഹീം. അതായത് ഒരു മനുഷ്യൻ അങ്ങേയറ്റം തിന്മകൾ ചെയ്താലും തിന്മകൾ മാത്രമേ അയാളിൽ ഉള്ളതെങ്കിലും അവന് തൗബ ചെയ്യാൻ അല്ലെങ്കിൽ
അവൻ അള്ളാഹുവിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്, പുറത്തു കൊടുക്കുന്നവനാണ്, കാരുണ്യം കാണിക്കുന്നവനാണ്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറയുന്നത് എന്താണ്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു വലാ അൻഫുസിഹിം, തങ്ങളുടെ ആത്മാക്കളോട് അധർമ്മം പ്രവർത്തിച്ച എൻ്റെ ദാസന്മാരെ, അതായത് അധർമ്മം പ്രവർത്തിക്കുകയെന്ന് വെച്ചാൽ അങ്ങേയറ്റം പ്രവർത്തിച്ച ആളുകളോടാണ് പറയുന്നത്. ലാ ലഗ്നത്തുലി റഹ്മത്തില്ല, അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാറ്റിനും പരിപൂർണനാണ്, മുഴുവൻ തിന്മകളെയും അള്ളാഹു പുറത്തു തരുന്നതാണ്. അപ്പോൾ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അവന്റെ യഥാർത്ഥ ദാസരായി തീരുക എന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മോക്ഷം ലഭിക്കുക, മോചനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാനത്തേക്ക് അവർ എത്തുമ്പോഴാണ് ഒരാൾ അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസനായി തീരുന്നത്. അവൻ ഒരിക്കലും അള്ളാഹുവിൽ ഇബാദത്ത് ചെയ്യാതിരിക്കില്ല. അവിടെയാണ് അവന് മോക്ഷം എന്ന് പറയുന്നത്. അവിടെയാണ് ഖുർആൻ മറ്റൊരു രീതിയിൽ ജന്നത്ത് എന്ന് പറയുന്നത്, സ്വർഗം എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു പറയുന്നത് എന്താണ്? വദ്ഖുലിഹി ഇബാദി, എന്റെ പ്രിയ ദാസന്മാരായി നിങ്ങൾ തീരുക, അല്ലെങ്കിൽ എന്റെ പ്രിയ ദാസന്മാരുടെ ആ അവസ്ഥയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. വദ്ഖുലി ജന്നത്തി, ആ സ്വർഗത്തിലേക്ക്, ആ മോക്ഷത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ മോക്ഷം ലഭിക്കണമെങ്കിൽ അതിനുള്ള മാർഗം അള്ളാഹു പറയുന്നതെന്ന് വെച്ചാൽ യഥാർത്ഥ രീതിയിലുള്ള ദാസരായി തീരുക എന്നുള്ളതാണ്. നേരെ തിരിച്ചാണെങ്കിൽ അവന്റെ അവസ്ഥ നരകത്തിലായിരിക്കും, പ്രയാസത്തിലായിരിക്കും, ശിക്ഷയിലായിരിക്കും. അത് മോക്ഷത്തിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ്. അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ നന്മയാണ് കൂടുതലെങ്കിൽ നിങ്ങളുടെ സങ്കേതം സ്വർഗമാണ്, മറിച്ച് നിങ്ങളിൽ നന്മയാണ് കുറവെങ്കിൽ നിങ്ങളുടെ സങ്കേതം നരകമായിരിക്കും. മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിനെ നമ്മൾ ഏറ്റവും വലിയൊരാളായിട്ട് മനസ്സിലാക്കുക എന്നതാണ്, എന്നിട്ട് നമ്മൾ നന്മ ചെയ്യുക, അവിടെയാണ് നമുക്ക് മോക്ഷം ലഭിക്കുക എന്നാണ്. അല്ലാതെ നമ്മൾ എന്തോ ആണെന്ന് കരുതി നടക്കുകയാണെങ്കിൽ അവിടെ കഴിഞ്ഞു കഥ, പിന്നീട് അവന് ആ മോക്ഷത്തിലേക്ക് എത്താൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്തിട്ട് ഞാൻ എന്തോ ചെയ്തെന്ന രീതിയിൽ നടക്കുക, അതും നമുക്ക് മോക്ഷത്തിന് എത്തുന്നതിനുള്ള തടസ്സമായിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ്. ആ അള്ളാഹുവിന്റെ വലിപ്പത്തെ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഒന്നുമല്ല എന്ന് മനസ്സിലാകും. ഒരിക്കലും നമ്മൾ മറ്റുള്ളവർ കാണണമെന്ന രീതിയിൽ ചെയ്യുകയുമില്ല. പക്ഷേ മാതൃക രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് അനുകമ്പയോട് കൂടി പെരുമാറുക, അവർക്ക് വേണ്ടി നമ്മുടെ കഴിവിന്റെ പരമാവധി നന്മ ചെയ്യുക, ഒരു തരത്തിലുള്ള ദ്രോഹമോ പ്രയാസമോ ചെയ്യാതിരിക്കുക. ഇത് മോക്ഷത്തിലേക്ക് എത്തുവാനുള്ള മാർഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇത്തഖുല്ലാ വലോ സിഹിക്കിൻ തംറാത്ത്, നിങ്ങൾ ഒരു കാരക്കയുടെ പകുതിയെങ്കിലും ഒരാൾക്ക് ദാനം നൽകിയെങ്കിലും നിങ്ങൾ നിങ്ങളെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക, അതായത് മോക്ഷത്തിലേക്ക് എത്തുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പ്രയാസം മനുഷ്യനുണ്ട്. അതുപോലെ തന്നെ ആ പ്രയാസത്തിനു ശേഷം അതിന്റെ ഒരു ആയാസം, അതല്ലെങ്കിൽ അതിനൊരു സുഖകരമായ ഒരു അവസ്ഥ വരും. ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് അതിനേക്കാൾ നല്ലൊരു രീതിയിലുള്ള സുഖം അല്ലാഹു തആല നൽകുമെന്നുള്ള ആ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇനി ഈ ഒരു മോക്ഷം ഏറ്റുവാങ്ങുന്നവരാരാണോ അല്ലെങ്കിൽ മോക്ഷം ലഭിക്കാത്തവരാരാണോ എന്നതിനെ സംബന്ധിച്ച് ചില ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതായത് ഖുർആന്റെ ഓരോരോ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുക എന്നതാണ്. കാരണം മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറഞ്ഞു, ഖുർആനിലെ 700 കൽപ്പനകളിൽ ഏതെങ്കിലും ഒരു കൽപ്പന നമ്മൾ മനഃപൂർവ്വം ചെയ്യാതിരിക്കുകയാണെങ്കിൽ, നിസ്സാരമായി കണ്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിന്റെ കവാടം, മോക്ഷത്തിന്റെ കവാടം നമ്മൾ തന്നെ നമ്മുടെ കൈകൾ കൊണ്ട് അടയ്ക്കുകയാണെന്നാണ് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറയുന്നത്. അപ്പോൾ ഖുർആന്റെ എല്ലാ കൽപ്പനയും അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് മോക്ഷത്തിനുള്ള മാർഗം.